ഇനി നമ്മൾ നോർമലി ഇപ്പോഴത്തെ കാലത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? എക്സസ് കാലറീസ് ആണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് എക്സസ് ആയിട്ടുള്ള കാലറീസ് നമ്മൾ കഴിക്കുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് കടിക്കാത്ത എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കുന്ന ഒരു ഹാബിറ്റാണ്. ഹെർബാ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നോടം വരെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഓക്കെ. അപ്പോൾ എക്സസ് കാലറി കഴിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ടോട്ടൽ ബോഡിയെ ഡാമേജ് ചെയ്യും. നമ്മുടെ ശരീരത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ കാലറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ഡാമേജ് ചെയ്യും. അതിൻ്റെ അകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ബ്ലഡ് പ്രഷർ, പിന്നെ ബ്ലോട്ടിങ്, അതുപോലെ തന്നെ ഡിപ്രഷൻ, അതായത് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകുമ്പോൾ ഇഷ്യൂസ്, ഡെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ വെയിറ്റിന്റെ പ്രോബ്ലം, ഹൈ കൊളസ്ട്രോള്, ഹാർട്ട് സംബന്ധ ഇഷ്യൂസ്, തലവേദന. മിക്ക ആളുകളും പറയുന്നുണ്ട് എനിക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറത്തില്ല എന്ന്. നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് മാറ്റി പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പർ ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായുള്ള ഇഷ്യൂസ്, ഇതെല്ലാം നമ്മൾ എക്സസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ്. അതായത് നമുക്ക് നല്ല വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ഉള്ള ബോഡിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ അതിനെ നോക്കാതെ നമ്മൾ വളരെ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് നമ്മുടെ ബോഡിനെ നമ്മൾ ഡാമേജ് ചെയ്യും. അപ്പൊ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മളൊക്കെ ആരും ഉണ്ടാകത്തില്ല. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ഇഷ്യൂസ് ഇവിടെ പറഞ്ഞു. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബാലൻസ്ഡ് ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാലാണ് പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഡെയിലി ബേസിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഉള്ള ഭക്ഷണങ്ങൾ എടുത്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ കാലറി മാനേജ്മെന്റ് നടക്കത്തില്ല. ന്യൂട്രീഷൻ കുറയുമ്പോൾ കാലറി അവിടെ കൂടും, കാലറി കൂടുമ്പോൾ ന്യൂട്രീഷൻ കുറയും. അപ്പൊ മൊത്തത്തിൽ ആകെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി വളരെ അമേസിംഗ് ആയിട്ട് ഈ ഒരു ഇഷ്യൂവിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റമിൻസ്, മിനറൽസ്, കാരണം എല്ലാം പ്രോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഡെയിലി ബേസിൽ പ്രോപ്പറായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ലഭിക്കും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കി കഴിയുവാണെങ്കിൽ നമുക്ക് ഹൈ ന്യൂട്രീഷൻ ആണ്, ലോ കാലറി ആണ്. നമ്മുടെ BMR ലെവൽ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ സാധിക്കും. എത്ര ന്യൂട്രീഷൻ ഫുഡ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ BMR ലെവലിൽ നമുക്ക് ഓവറായിട്ട് പോകത്തില്ല, എക്സസൈസ് ആയിട്ടിലോട്ട് പോകത്തില്ല. നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് ആ ഒരു ലെവലിൽ കിട്ടും. ഹൈ ന്യൂട്രീഷനും ലോ കാലറി ആണ്. നമുക്ക് നോർമൽ ഒരു ചുറ്റുവട്ടത്ത് കിട്ടാത്തത് ഹൈ ന്യൂട്രീഷനും ലോ കാലറി ഫുഡ് ഐറ്റംസ് ആണ്. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാലറി കൂടുതലായിരിക്കും, ലോ ന്യൂട്രീഷൻ ആയിരിക്കും. ന്യൂട്രീഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാലറി ആയിരിക്കും, അവിടെ നമ്മുടെ കാലറി മാനേജ്മെന്റ് പ്രോപ്പർ ആവത്തില്ല. അപ്പോൾ കമ്പനി ഇതെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. വെയിറ്റ് മാനേജ്മെന്റ് ആണ്. വെയിറ്റ് കുറയ്ക്കാനോ വെയിറ്റ് കൂട്ടാനോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൗഡർ അല്ല. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോഡക്റ്റാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഹെൽത്തി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ വേൾഡ് നമ്പർ 1. അതിന് നമുക്ക് കമ്പനിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇന്റർനാഷണൽ അവാർഡുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കുന്നതും വെയിറ്റ് ഗെയിൻ നടക്കുന്നതും വെയിറ്റ് മെയിൻറ്റെയിൻ നടക്കുന്നതും എല്ലാം നിങ്ങളുടെ ഫോളോ അപ്പ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുക. വെയിറ്റ് കൂട്ടാനുള്ള വ്യക്തികളാണെങ്കിൽ മീൽ സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇനി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ 1 ടൈം ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ രീതിയിലും ഫോളോ അപ്പ് ആണ് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത്. പ്രൊഡക്റ്റ് എല്ലാവർക്കും സെയിം ആയിട്ടാണ് കൊടുക്കുന്നത്. വെയിറ്റ് കൂട്ടാനും വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കും ഹെർബാ ലൈഫിന്റെ ഒരേ ഫോർമുല 1ഉം ഒരേ പ്രോട്ടീനും ഒരേ ഷേക്ക് മേറ്റും ഒരേ എഫിഷാണ് കൊടുക്കുന്നത്. പക്ഷെ അത് എടുക്കുന്നതിന്റെ വ്യത്യാസം, യൂസ് ചെയ്യുന്നതിന്റെ വ്യത്യാസമാണ് നിങ്ങൾക്ക് ഓരോ റിസൾട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യണം, നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. വെയിറ്റ് കുറയുന്നതോടെ വരെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. വെയിറ്റ് കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഹെൽത്തിനെ കുറിച്ച് നല്ല ബോധമാണ്, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹെർബാ ലൈഫ് ഉപയോഗിക്കാതിരിക്കുക. 1 ടൈം വേൾഡ് നമ്പർ 1 ഹെൽത്തി ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. ഓക്കെ. ഇനി നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് ടു ഫീഡ് മെത്തേഡാണ്. അതായത് ഒരു വിത്ത് മുളച്ച് ആ ഒരു പൗഡറായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നോടം വരെ കമ്പനിയുടെ അണ്ടർ കൺട്രോളിലായിരിക്കും പോകുന്നത്. ഒരുപാട് ലീഡർഷിപ്പ് സയന്റിസ്റ്റുകൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബാക്കിലുണ്ട്. ഏകദേശം 350ഓളം ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അത് കൃത്യമായിട്ട് സീഡ് ടു ഫീഡ് മെത്തേഡാണ്. വിത്തിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നോടം വരെ മനുഷ്യന്റെ കൈ തട്ടുന്നില്ല, എല്ലാം മിഷനറി വെച്ചിട്ടാണ്. ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് സയന്റിസ്റ്റുകൾ എല്ലാവരും ഇതിന്റെ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് വിശ്വസിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഓരോ കോച്ചുമാരും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ പ്രൊഡക്റ്റ് സെയിലിംഗ് മാത്രമല്ല അവിടെ നടക്കുന്നത്. എല്ലാവരും യൂസ് ചെയ്ത് അവരുടെ റിസൾട്ട് കിട്ടി അവരത് ഫീൽ ചെയ്തതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ഈ പ്രൊഡക്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് അയക്കുന്നതാണ്. കൃത്യമായിട്ട് പ്രൊഡക്റ്റ് വിശ്വസിച്ച് കോച്ച് പറയുന്ന പോലെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് വേണ്ടത് അതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബോണസ് ആയിട്ട്. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടും.
കമ്പനി ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ മുഖേന മാത്രമാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നുള്ളൂ. ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ പ്രൊഡക്റ്റ് മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ കഴിക്കണം, എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞ ഒരു കോച്ച് ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റ് എങ്ങനെയും യൂസ് ചെയ്തെങ്കിൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല. പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കോച്ചിന്റെ ഇമ്പോർട്ടൻ്റ് ഇവിടെ പറയുന്നത്. കോച്ചിങ് ഇല്ലാതെ പ്രൊഡക്റ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കത്തില്ല. പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ട് നിങ്ങൾ കോച്ച് ഉണ്ടായിരിക്കും. കോച്ച് പറയുന്ന രീതിക്ക് യൂസ് ചെയ്യുക. കോച്ച് പറയുന്ന രീതി കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ മുടക്കിയ ക്യാഷിന് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടും. സെക്കൻഡ് വൺ, നിങ്ങൾ എത്ര മുടക്കാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത് അതേ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരാനുള്ള മെത്തേഡും ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കോച്ചിന്റെ കയ്യിൽ നിന്ന് മാത്രം മേടിച്ചാലാണ് ഈ ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. കമ്പനി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് കോച്ച് എന്ന് പറയുന്ന ആ രീതിക്ക് ചെയ്യുക. തേർഡ് വൺ, ഒരുപാട് റിസൾട്ട് കിട്ടും. അതാണ് തേർഡ് വൺ ഉള്ള ഓപ്ഷൻ. അപ്പോൾ കൃത്യമായിട്ട് കോച്ചിന്റെ അഡ്വൈസ് മാത്രം പ്രോഗ്രാം ചെയ്യുക. ബാലൻസ്ഡ് ന്യൂട്രീഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് കുറയ്ക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള സാധനമല്ല ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആരോഗ്യം എത്ര നാൾ വേണോ അത്രയും നാൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ.